കഴിഞ്ഞ ആഴ്ച ഒരു വലിയ സംഭവം ഉണ്ടായി. അത് നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയമുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 30 ലക്ഷം ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് സൗദി അറേബ്യ. ലോക രാഷ്ട്രങ്ങളിൽ വളരെയേറെ അധികം സമ്പത്തുള്ള, അതായത് ഖത്തറിനെ പോലെ തന്നെ അതിനേക്കാൾ ഉപരി സമ്പത്തുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ ഈ അടുത്ത കാലത്ത് ഒരുപാട് റിഫോംസ് ഒക്കെ വന്നിട്ടുണ്ട്. പണ്ട് അവർ വളരെ മൗലികവാദികളായിട്ടങ്ങ് മാറി അങ്ങനെ നടന്നെങ്കിൽ പോലും ഇന്നവർ ലോക രാജ്യങ്ങളോടൊപ്പം നീങ്ങാനും ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് പോലെ ആ രീതിയിലൊന്ന് വർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു താല്പര്യം രാജഭരണമാണെങ്കിൽ പോലും അവിടെ കാണിക്കുന്നുണ്ട്. അത് അവിടുത്തെ കിരീടാവകാശിയുടെ ഏതാണ്ട് പുതിയ നടപടികളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ അടുത്ത സമയത്തുണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത്, പാകിസ്ഥാനും സൗദി അറേബ്യയുമായിട്ട് ഒരു കരാർ ഒപ്പിട്ടു. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആ കരാറെന്ന് പറയുന്നത് അവർ തമ്മിലുള്ള അതായത് ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രതിരോധ കരാറാണ് അവരെടുത്തത്. അതിനകത്ത് വളരെ ഒരു വ്യക്തമായ ഒരു വ്യവസ്ഥ അതിലുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഒരല്പം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന, അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു വ്യവസ്ഥയെന്ന് പറയുന്നത്, ഈ രണ്ട് രാജ്യങ്ങളും അവർ ഒന്നിച്ച് ചേർന്ന് പ്രതിരോധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് സൗദി അറേബ്യയെയും ആക്രമിക്കുന്നതിന് തുല്യമായിട്ട് കണക്കാക്കും. എന്നിട്ട് അവരോടൊപ്പം പാകിസ്ഥാനോടൊപ്പം ചേർന്ന് അവർ പോരാടും. അതുപോലെ തന്നെ സൗദി അറേബ്യ ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥാനെ ആക്രമിച്ചതായിട്ട് അവർ കണക്കാക്കി പാകിസ്ഥാൻ സൗദി അറേബ്യയ്ക്കൊപ്പം നിന്ന് പോരാടും. ഈ രീതിയിലുള്ള ഒരു കരാറാണ് യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഈ അടുത്ത സമയത്ത് ഒപ്പിട്ടത്. അപ്പോൾ ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ, ഇതിൻ്റെ പിന്നാമ്പുറം കഥകളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഈ പാകിസ്ഥാൻ ഒന്നും അല്ലിപ്പോൾ 5 പൈസ ഇല്ല കേട്ടോ. അവർക്ക് ഈ പറയുന്ന പോലെ ആയുധശക്തിയൊന്നും അല്ല. അവർ മിലിറ്ററി പവറും അവർക്ക് വളരെ കുറവാണ്. ഇന്ത്യയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, നത്തിങ്. അപ്പോൾ ഇന്ത്യയോടൊക്കെ യുദ്ധം ചെയ്യാൻ വന്ന ഒരു 5 ദിവസം കൊണ്ട് പൊടിച്ചു കളയാനുള്ളതേ ഉള്ളൂ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് അവരുടെ രാജ്യത്ത് തന്നെ അവർ ബോംബിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ അടുത്ത ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ജനങ്ങളെ ബോംബിട്ട് 35-40 പേരെയാണ് നിരപരാധികളെ കൊന്നത്. ആ സ്വന്തം രാജ്യത്ത് ബോംബിടുന്ന ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ അല്ലാതെ വേറെ ആരും ഉണ്ടെന്ന് നമുക്കിന്ന് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരന്മാരാണ് അവന്മാർ. അപ്പോൾ ഇവർക്ക് അങ്ങനെയുള്ള കഴിവൊന്നും ഇല്ലാതെ അവരിങ്ങനെ വളരെ കുഴിയിൽ ഇങ്ങനെ പെട്ട് കിടക്കുമ്പോഴാണ് അവർക്ക് പതുക്കെ തലപൊക്കി മുമ്പോട്ട് വരാനുള്ള ഒരു മാർഗം ഉണ്ടാകുന്നത്. അതിനുണ്ടാവാൻ കാരണമെന്ന് പറയുന്നത്, അവരുടെ മിലിറ്ററി ചീഫ് പോയിട്ട് ട്രംപിനോട് ഒപ്പം ഡിന്നറും ഒക്കെ കഴിച്ചു. ട്രംപിന് നോബൽ സമ്മാനം കിട്ടാൻ അർഹനാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ട്രംപ് സഹായിക്കുന്നത് പാകിസ്ഥാനെയാണ്. അതാണ് പ്രശ്നം. അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു നീക്കം വന്നേക്കുന്നത്. നീക്കം വരുമ്പോൾ എന്താണെന്നറിയോ, യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ എല്ലാം തലപ്പത്തേക്ക് ഉയർന്നു വരാനൊരു ശ്രമം ആണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ നടത്തുന്നത്. മാത്രമല്ല, ഈ കരാറിൻ്റെയൊക്കെ ബലത്തിൽ നമുക്ക് നോക്കേണ്ടത്, ഇന്ത്യയെ കയറി ചൊറിയാനായിട്ട് ചിലപ്പോൾ വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അന്നേരം സൗദിയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം സൗദി അറേബ്യയും ഇന്ത്യയുമായിട്ട് വളരെ നല്ല ബന്ധമാണ് ഇപ്പോൾ ഉള്ളത്. ഇത്രത്തോളം ഇന്ത്യക്കാരവിടെ ഉണ്ട്, ഉള്ളതുമാണ്. അപ്പോൾ സൗദി അന്നേരം ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് വന്നാൽ അവരോടൊപ്പം നിൽക്കും. അപ്പോൾ ഈ കരാറിൻ്റെ ബലത്തിലാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനോടൊപ്പം നിൽക്കണം. ആ രീതിയിലുള്ള ഒരു കരാറാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്തോ കാര്യം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചും നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ വിദേശ നയം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ കരുതണം. ചുറ്റും ശത്രുക്കളല്ലേ. ഇന്ത്യക്ക് ബന്ധമുള്ളത് ആരൊക്കെ? അയൽ രാജ്യങ്ങളിപ്പോൾ എല്ലാവരും. പിന്നെ നേപ്പാളിലും കലാപമല്ലേ, അവിടെ വലിയ പ്രശ്നത്തിലാണ്. അപ്പോൾ മ്യാൻമാർ, അതില്ല, ഇന്ത്യക്ക് അനുകൂലമല്ല. ബംഗ്ലാദേശ്,
ഇന്ത്യ നിർമ്മിച്ചു കൊടുത്ത ഒരു രാജ്യമാണത്. പക്ഷേ അവരും ഇന്ത്യക്കെതിരാണ്. ആ രീതിയിലേക്ക് പോകുന്നു. പിന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ടിപ്പോൾ ഒരു നല്ല ബന്ധമുണ്ട്. പക്ഷേ അതെപ്പോൾ എങ്ങനെ പോകും എന്നൊന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം താലിബാൻ ആണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത്. അവർ എങ്ങനെ ഏത് സമയത്ത് ചിന്തിക്കും എന്നൊന്നും നമുക്കറിയില്ല. മാലി ഉണ്ടായിരുന്നു, ഇന്ത്യക്കെതിരായില്ലേ. ശ്രീലങ്ക ഉണ്ടായിരുന്നു, യഥാർത്ഥത്തിൽ അതും ഇന്ത്യക്കെതിരായില്ലേ. ചൈന വളരെ വലിയ ശത്രുത കാണിച്ചിരുന്ന രാജ്യമാണ്. പക്ഷേ ഇപ്പോൾ ഏതായാലും ഇന്ത്യയും അതുപോലെ തന്നെ റഷ്യയും ചൈനയും കൂടെ ചേർന്നുള്ള ഒരു ചെറിയൊരു കുറുമുന്നണി പോലെ രൂപം അത് കൊള്ളുന്നുണ്ട്. അത് വളരെ നല്ലതുമാണ്. കാരണം എന്താണെന്നറിയോ, ഇത് ചൈനയുമായിട്ട് ഉള്ള വിരോധം മാറ്റിയിട്ട് അവരുമായിട്ട് കൂടുതൽ അടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് നല്ലത് ഇന്നത്തെ പരിസ്ഥിതിയിൽ. കാര്യം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് അൾട്ടിമേറ്റം കൊടുക്കുകയാണ് ട്രംപ് ഇന്ത്യയോട്. അയാൾ അവിടെ ഇരുന്നുകൊണ്ട് അവിടുന്ന് എണ്ണ വാങ്ങിക്കരുതെന്ന് കേട്ടോ. അയാൾ ആരാ പറയാനിത്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്നു. കാരണം അതിന് പറയുന്ന കാരണം എന്താ? ഈ പണം അതിൻ്റെ ലാഭം ഇന്ത്യ ഉണ്ടാക്കിയെടുക്കും. ഇന്ത്യ ലാഭം ഉണ്ടാക്കി ഇന്ത്യ വളരണം. അത് ഇന്ത്യ ഭരിക്കുന്നവരുടെ ആവശ്യമാണ്, ഇന്ത്യക്കാരുടെ ആവശ്യമാണ്. ഇന്ത്യ വളരണം എന്നുള്ളതും വികസിക്കണം എന്നുള്ളതും. അപ്പോൾ അതിന് ട്രംപിന് വിഷമം വന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ അതല്ല പ്രശ്നം. അത് ഇനി റഷ്യ ഈ പണം ഉപയോഗിച്ച് ഉക്രൈനെ ആക്രമിക്കുമെന്ന്. അതുകൊണ്ട് ഇന്ത്യ വാങ്ങരുതെന്ന് ഇത് പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പലസ്തീനിലെ നിരപരാധികളെ കൊന്നൊടുക്കുന്നതിന് ആയുധങ്ങൾ കൊണ്ട് തള്ളിക്കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയല്ലേ ഈ ഇസ്രായേലിന് കൊടുക്കുന്നത്. എന്നിട്ട് അതിനയാൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഉക്രൈൻ്റെ യുദ്ധം, കാര്യം എന്താ അറിയോ, ഉക്രൈൻ്റെ യുദ്ധം അവസാനിപ്പിച്ചാൽ ട്രംപിൻ്റെ ധാരണ അയാൾക്ക് നോബൽ സമ്മാനം കിട്ടുമെന്നാണ്. ഇതാ കാരണം വേണ്ടത്. ഇപ്പോൾ ഞാൻ 7 മാസങ്ങൾ കൊണ്ട് 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു ഉള്ള ആ വലിയ വീരവാദമൊക്കെയാണ് മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന് നോബൽ സമ്മാനം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഇന്ത്യ കീഴടങ്ങണം എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. അതിന് ഇന്ത്യക്കാർ തയ്യാറാവും എന്നും കരുതേണ്ട കാര്യമില്ല. പിന്നെ അതിന് പകരം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് വളരെ ചെറിയ ഫീസ് ഉണ്ടായിരുന്ന വിസ, H1B വിസ, അതായത് $1700 മുതൽ $4000 വരെ ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് $1000 അങ്ങ് വർദ്ധിപ്പിച്ചു. ഒരു വർഷത്തേക്ക് വർദ്ധിപ്പിച്ചതിൻ്റെ അപ്പോൾ നോക്കണം എന്താണെന്ന്. അതായത് നമ്മുടെ 88 ലക്ഷം രൂപ കൊടുക്കണം ഒരു H1B വിസയ്ക്ക് ആപ്ലിക്കേഷൻ പുതിയതായിട്ട് കൊടുക്കണമെങ്കിൽ. അപ്പം നമ്മുടെ ടെക്കുകൾക്കൊക്കെ വളരെയധികം നഷ്ടമായി. യുവാക്കൾക്ക് വളരെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്ന തീരുമാനമാണ്. ആ രീതിയിലേക്ക് വന്നു. അതുപോലെ തന്നെ വ്യാപാര കരാർ അതിങ്ങനെ വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരട്ടി ചുങ്കമാണ് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയേക്കുന്നത്. 50% ഇതാണ് ചുങ്കം ഏർപ്പെടുത്തിയേക്കാണ് ഇന്ത്യൻ സാധനങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കയറ്റുമതിയെ അത് വളരെ അഡ്വേഴ്സായിട്ട് ബാധിക്കും. ഒരുപാട് നഷ്ടം നമ്മുടെ രാജ്യത്തിനുണ്ടാവും, നമ്മുടെ രാജ്യത്തെ വ്യവസായികൾക്കുണ്ടാവും. ആ രീതിയിലേക്കുള്ള തീരുമാനങ്ങളൊക്കെയാണ് ഈ ട്രംപ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയെ കീഴടക്കി എങ്ങനെങ്കിലും സോവിയറ്റ് യൂണിയനുമായി, അതായത് റഷ്യയുമായിട്ട് ഇന്ത്യയെ പിണക്കണം. അതാണ് ട്രംപിൻ്റെ ആവശ്യം. കാരണം റഷ്യ നല്ലൊരു അലൈയാണ് ഇന്ത്യയുടെ, അതില്ലാതാക്കണം, ആ ബന്ധം ഇല്ലാതാക്കണം. ചൈന ഇന്ത്യയായിട്ട് അടുക്കുന്നു, അതും ട്രംപിന് വളരെ മനോവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്, അതും ഇല്ലാതാക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈ കരാറുണ്ടല്ലോ, ഇത് നമ്മൾ കാത്തിരുന്ന് കാണണം, നിരീക്ഷിക്കണം. ഇന്ത്യ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയുമാണ്.